മണ്ണ് കത്തിച്ച് വിണ്ണീറാക്കാൻ അവൻ വരും. ഈ നാടിന്റെ ഞരമ്പുകൾ ഓരോന്നോരോന്നായി പൊട്ടിച്ചെറിയാൻ അവൻ വരും. തീർന്നു കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി. അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും. പള്ളിച്ചട്ടമ്പി തിയേറ്ററിൽ പോയി കണ്ടു. ഇന്ന് വിഷു ദിനമാണ്. ഹാപ്പി വിഷു. നിങ്ങൾ വിഷുവിനൊരു ഫെസ്റ്റിവൽ മൂഡിലുള്ള പടം കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പള്ളിച്ചട്ടമ്പി വിൽ ഡിസപ്പോയിന്റ്. പള്ളിച്ചട്ടമ്പി എങ്ങനെയുണ്ട് എന്ന് എന്നോട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പറഞ്ഞ കുഴപ്പമില്ല, കണ്ടിരിക്കാം. പക്ഷേ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? പള്ളിച്ചട്ടമ്പി കണ്ടു. ഭയങ്കര ഒരു ഓക്കേഷ് ആയിട്ടുള്ള ഒരു ആവറേജ് പടം. എന്റെ പൊന്നു ചട്ടമ്പി ഒന്ന് ചിരിച്ചൂടെ? പൊന്നണ്ണ സുരേഷ് ബാബു അണ്ണ പള്ളിച്ചട്ടമ്പി പൊന്നോ. ഇന്റർവെല്ലിന് ഇറങ്ങിപ്പോയാലോ ആലോചിച്ചു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിനിമ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു നാടകം, ഒരു വെള്ളരി നാടകം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. മലങ്കൾട്ടാണെങ്കിലും ഓക്കെ, മലങ്കൽ ഡീസ് കേക്ക് വാക്ക്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ചട്ടമ്പി കൊള്ളാലോ, എന്റെ നാട്ടുകാരെ മൊത്തം മയക്കി വെച്ചേക്കുവാ. ഈ സിനിമയുടെ ഒരു വലിയ പ്രശ്നം ഇത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റുമാണ് സിനിമയ്ക്കുള്ളത്. ഭയങ്കര ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലം മുമ്പ് ഇറങ്ങേണ്ട ഒരു സാധനമായിട്ട് നമുക്ക് തോന്നും. കളിയാക്കാൻ മാത്രം അറിയാവുന്ന പൂർ ഇന്ത്യൻസ്. ഇതിനൊരു അവസാനമല്ലല്ലോ സാറേ. നമ്മളായിട്ട് തന്നെ പൊക്കിയാൽ ഇത് അവസാനിക്കാനത്. ഞാൻ വിചാരിച്ചൊരു ആവറേജിൽ പോകുന്നു. സെക്കൻഡ് ഹാഫ് കൊണ്ട് തീ കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞു. ഇത്ര മികച്ച സിനിമ, ഒരു മണ്ണിന്റെ മണമുള്ള സിനിമ. ആടിയുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി മൂവിയായിരുന്നു. ഒന്നും വേറെ നെഗറ്റീവ് ഇല്ല. ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എൻട്രി ഉണ്ട് ഇതിനകത്ത്. ഇത്തിരി തിടുക്കണ്ട്, ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതല്ലേ. ഞാൻ ഇറങ്ങട്ടെ.